ഷുഹൈബ് വധക്കേസിലെ പ്രതികളുടെ ജാമ്യം റദ്ദാക്കി. റിമാൻഡ് ചെയ്യാൻ തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയുടെ ഉത്തരവ്. ആകാശ് തില്ലങ്കേരി അടക്കമുള്ള പ്രതികളെ റിമാൻഡ് ചെയ്യാനാണ് ഉത്തരവ്. കേസിൽ CPIM പ്രവർത്തകരായ 17 പേരാണ് പ്രതികൾ. അജീഷ് ജയകുമാർ കണ്ണൂരിൽ ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. ഷുഹൈബ്, നിലവിൽ ഈ ഉണ്ടായിരിക്കുന്ന പുതിയ തീരുമാനം, ഈ ജാമ്യം റദ്ദാക്കൽ, അത് CPIMനെ വലിയ പ്രതിരോധത്തിലാക്കുന്നതാണ്. എന്തായാലും എന്താണ് നിലവിൽ ഈ ഉത്തരവിൽ പറയുന്ന കാര്യങ്ങൾ? പ്രജൻ, എന്തായാലും തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതിയിൽ, അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയിൽ ഇപ്പോഴും വിചാരണ നടപടികൾ നടക്കുകയാണ്. ഇന്ന് മൂന്നാമത്തെ സാക്ഷിയെ വിസ്തരിക്കുന്ന ദിവസമായിരുന്നു. ഇന്നാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഒരു അപ്രതീക്ഷിതമായ ഒരു തീരുമാനമുണ്ടായിരിക്കുന്നത്. ഈ കേസിലെ 17 പ്രതികളെയും റിമാൻഡ് ചെയ്യാനാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ഇപ്പോൾ കോടതി അതിൻ്റെ വാറന്റ്, ഓരോ പ്രതികൾക്കുമുള്ള വാറന്റ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജി റൂബി കെ ജോസിന് മുമ്പാകെയാണ് ഈ വിചാരണ നടപടികൾ നടക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, ഈ കഴിഞ്ഞ ആഴ്ചയാണ് ഈ വിചാരണ തുടങ്ങുന്നത്. 8 വർഷങ്ങൾക്ക് ശേഷമാണ് വിചാരണ നടപടികൾ തുടങ്ങുന്നത്. കഴിഞ്ഞ ആഴ്ച ഒന്നാം സാക്ഷിയായിട്ടുള്ള റിയാസ്, ഈ ആക്രമണ സമയത്ത് ഈ ഷുഹൈബിൻ്റെ ഒപ്പമുണ്ടായിരുന്ന റിയാസ് ആയിരുന്നു. റിയാസിനെ ആയിരുന്നു ആദ്യം വിസ്തരിച്ചത്. ഈ വിസ്തരിച്ച സമയത്ത് ക്രോസ് വിസ്താരം അടക്കം നടന്നിരുന്നു. അതിനുശേഷം റിയാസിൻ്റെത് എവിഡൻസ് ആക്ട് 137 പ്രകാരമല്ല ഈ ജഡ്ജി അതിൻ്റെ മൊഴി രേഖപ്പെടുത്തിയത് എന്നാവശ്യപ്പെട്ടുകൊണ്ട്, ഇത് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പ്രതിഭാഗം ഒരു ഹർജി നൽകിയിരുന്നു. ഈ ഹർജി അന്ന് തന്നെ കോടതി തള്ളിയതാണ്. പിന്നീട് രണ്ടാമത്തെ സാക്ഷിയെ കഴിഞ്ഞ ദിവസം വിസ്തരിക്കുന്നതിനിടയിലും ഇവർ ക്രോസ് വിസ്താരത്തിന് സഹകരിച്ചില്ല പ്രതിഭാഗം. അപ്പോൾ ചൂണ്ടിക്കാട്ടിയത് കഴിഞ്ഞ ആദ്യത്തെ ദിവസത്തെ സംഭവം തന്നെയായിരുന്നു. എവിഡൻസ് ആക്ട് 137 പ്രകാരമുള്ള മൊഴി അതേപടിയല്ല രേഖപ്പെടുത്തിയതെന്നുള്ളൊരു കാരണമാണ് പ്രതിഭാഗം ചൂണ്ടിക്കാട്ടിയത്. മാത്രമല്ല, ഈ കോടതിയിൽ നിന്ന് വിചാരണ നടപടികൾ മാറ്റാനുള്ള ഒരു അപേക്ഷ ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുണ്ടെന്നും ഈ പ്രതിഭാഗം കോടതിയിൽ വാദിച്ചു. ഇതിന് ശേഷം അന്നത്തെ വിസ്താരം കഴിഞ്ഞു. അതിനുശേഷം ഇന്ന് മൂന്നാമത്തെ സാക്ഷിയെ വിസ്തരിക്കുന്ന ദിവസമായിരുന്നു. ഈ ദിവസമാണ് സമാനമായിട്ടുള്ള സംഭവം ആവർത്തിച്ചതോടെ കോടതി എന്നാൽ പ്രതികൾ ഇനി ജാമ്യത്തിൽ ഇറങ്ങി വിചാരണ നടപടികളിൽ പങ്കെടുക്കേണ്ട എന്ന് തീരുമാനിച്ചത്. ഈ പ്രതികളെ എല്ലാവരെയും റിമാൻഡ് ചെയ്യാൻ തീരുമാനിച്ചത്. അതായത് വിചാരണ നടപടികൾ അനന്തമായി നീട്ടിക്കൊണ്ടുപോകാനുള്ള ഒരു ബോധപൂർവമായ ശ്രമം പ്രതിഭാഗത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്ന് കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു കോടതി ഈ പ്രതികളെ എല്ലാവരുടെയും ജാമ്യം റദ്ദാക്കിയത്. 17 പ്രതികളാണ് ഉള്ളത്. അതിൽ ആകാശ് തില്ലങ്കേരിയാണ് ഒന്നാമത്തെ പ്രതി. എല്ലാ പ്രതികളെയും ഇനി ഈ വിചാരണ നടപടികൾ പൂർത്തിയാക്കുന്നതുവരെ ജയിലിലടക്കാനാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ജൂൺ 14 വരെയാണ് നിലവിൽ വിചാരണ നടപടികൾ തീരുമാനിച്ചിട്ടുള്ളത്. പോലീസ് ഒഴികെയുള്ള 117 സാക്ഷികളെ ആയിരിക്കും ആദ്യഘട്ടത്തിൽ വിസ്തരിക്കുക. നിലവിൽ ആകാശ് തില്ലങ്കേരി അടക്കമുള്ള 17 പേരാണ് ഈ പ്രതികളായിട്ടുള്ളത് ഈ കേസിൽ. ഇവർക്കെല്ലാം തന്നെ ഏതൊക്കെ വകുപ്പുകൾ ചുമത്തിയാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത്? അതുമായി ബന്ധപ്പെട്ടുള്ള വിചാരണകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രജന, അങ്ങനെയാണ്. കാരണം ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ ഒഴികെയുള്ള സാക്ഷികളുടെ മൊഴി വിസ്താരമാണ് ആദ്യം ഘട്ടത്തിൽ നടക്കുന്നത്. ഇതിൽ മൂന്നാമത്തെ സാക്ഷി വിസ്താരമായിരുന്നു ഇന്ന് നടക്കേണ്ടത്. ഇന്ന് നടക്കുകയും ചെയ്തു. പക്ഷേ ഇത് ക്രോസ് വിസ്താരത്തിന് പ്രതിഭാഗം തയ്യാറായില്ല. അതിന് അവർ ചൂണ്ടിക്കാണിച്ചൊരു കാരണം, ഈ ആദ്യ ദിവസം ഈ എവിഡൻസ് ആക്ട് 137 പ്രകാരം, അതായത് ഈ മൊഴി സാക്ഷി എന്താണോ പറയുന്നത് അപ്പാടെ അതേപടി രേഖപ്പെടുത്തുന്ന രീതിയിലാകണം ജഡ്ജി അത് രേഖപ്പെടുത്തണം എന്നാണ് ഈ എവിഡൻസ് ആക്ട് 137 പറയുന്നത്. പക്ഷെ അതേ രീതിയിലല്ല എന്ന് ആരോപിച്ചായിരുന്നു ഈ ഒരു ഹർജി നൽകിയത്. ഈ മൊഴിയുടെ, ഈ സാക്ഷിയുടെ പൂർണ്ണമായ മൊഴിയെല്ലാം തള്ളിക്കളയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹർജി നൽകിയത്. പക്ഷെ അത് കോടതി അംഗീകരിച്ചില്ല. അതിനുശേഷമാണ് ഈ കോടതിയിൽ നിന്ന് ഈ വിചാരണ നടപടികൾ മാറ്റണം എന്നുള്ളൊരു ആവശ്യം പ്രതിഭാഗം ഉന്നയിച്ചത്. പ്രത്യേകിച്ച് ഒരു കാരണവും കൂടാതെയായിരുന്നു അങ്ങനെ ഒരു ആവശ്യവുമായി ഇവർ ഹൈക്കോടതിയെ സമീപിച്ചത്. എന്തായാലും ആ ഹൈക്കോടതിയിലെ ഹർജി പരിഗണനയിൽ ഇരിക്കുകയാണ്. അതിലൊരു തീരുമാനം എടുത്തിട്ടില്ല. അപ്പോൾ ഈ വിചാരണ നടപടികൾ അനന്തമായി നീട്ടിക്കൊണ്ടു പോകാനുള്ളൊരു ശ്രമം, ബോധപൂർവമായിട്ടുള്ളൊരു ശ്രമം പ്രതിഭാഗത്തിൻ്റെ അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്ന് കോടതി നിരീക്ഷിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു നടപടി, അതായത് എല്ലാ പ്രതികളുടെയും ജാമ്യം റദ്ദാക്കാൻ കോടതി നിർബന്ധിതനായത്. 17 പ്രതികളാണ്. കൊലക്കുറ്റം, ഗൂഢാലോചന, അതേപോലെ തന്നെ തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. 2018 ഈ ഷുഹൈബിനെ മട്ടന്നൂരിലെ എടയന്നൂരിൽ വെച്ച് ഒരു തട്ടുകടയിൽ വെച്ചാണ് ഈ പ്രതികൾ ക്രൂരമായി വെട്ടി കൊലപ്പെടുത്തിയത്. 17 CPM പ്രതികളാണുള്ളത്. ആദ്യ അന്വേഷണത്തിൽ 11 പ്രതികളായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് തുടരന്വേഷണത്തിലായിരുന്നു 6 പ്രതികളെ കൂടി ചേർത്തത്. എന്തായാലും CBI അന്വേഷണം അടക്കം ആവശ്യപ്പെട്ടിരുന്നു ഈ ഷുഹൈബിൻ്റെ കുടുംബം. പക്ഷേ അത് സർക്കാർ, കഴിഞ്ഞ 10 വർഷം ഇരുന്ന ഇടത് സർക്കാർ സുപ്രീം
സുപ്രീം കോടതിയിലടക്കം സർക്കാർ ഖജനാവിൽ നിന്ന് പണം മുടക്കി അഭിഭാഷകനെ നിയമിച്ചായിരുന്നു CBI അന്വേഷണം വേണമെന്ന കുടുംബത്തിന്റെ ആവശ്യം തള്ളിയത്. അങ്ങനെ അനന്തമായി നീണ്ടുപോവുകയായിരുന്നു ഈ കേസിന്റെ വിചാരണ നടപടികൾ. 8 വർഷത്തിന് ശേഷമാണ് കഴിഞ്ഞ ആഴ്ച ഈ വിചാരണ നടപടികൾ തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയിൽ തുടങ്ങിയത്. അതിന്റെ 3ാമത്തെ വിചാരണ സാക്ഷി വിസ്താര ദിവസമാണ് ഈ പ്രതികളെ എല്ലാവരെയും ജയിലിലടയ്ക്കാൻ ജഡ്ജി തീരുമാനിച്ചു. ഇനി ഈ വിചാരണ നടപടികൾ പൂർത്തിയാക്കുന്നതുവരെ അവർ ജയിലിൽ കഴിയണം. അജീഷ് ജയകുമാറാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.